ഹായ്, ടീമിലേക്ക് സ്വാഗതം. നിങ്ങൾ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ഞാൻ നിങ്ങളെ നമ്മുടെ കോളേജ് അസറ്റ് ഡാമേജ് റിപ്പോർട്ടിംഗ് സിസ്റ്റം പ്രോജക്റ്റിലൂടെ ഒന്ന് കൊണ്ടുപോകാം. റെപ്പോ ക്ലോൺ ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ മെഷീൻ ഇത് റൺ ചെയ്യുന്നത് വരെയുള്ള ഓരോ സ്റ്റെപ്പും നമുക്ക് ഒരുമിച്ച് നോക്കാം. റെഡിയല്ലേ? അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഡേറ്റാബേസ് സ്ട്രക്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ലോഗിൻ പേജിൻ്റെ കോഡിലേക്ക് കിടക്കാം. സെഷനുകൾ ഉപയോഗിച്ച് യൂസർ ആക്സസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാം. അവസാനം ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ മെഷീനിൽ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യലാണ്. തുടക്കത്തിൽ തന്നെ ഒരു ക്ലീൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരുപാട് തലവേദനകൾ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, കോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൾഡർ സ്ട്രക്ചർ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡർ, അതായത് ഈ കോളേജ് ആസറ്റ് ഡാമേജ് സിസ്റ്റം എന്ന ഫോൾഡർ എടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ XAMPP ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിനകത്തുള്ള htdocs എന്നൊരു ഫോൾഡർ കാണും, അതിലേക്ക് കോപ്പി ചെയ്തിടുക. അത് കഴിഞ്ഞാൽ നേരെ XAMPP കൺട്രോൾ പാനൽ തുറക്കുക. അവിടെ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്: അപ്പാച്ചിയും MySQLഉം. രണ്ടിൻ്റെയും നേരെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടും പച്ച നിറത്തിൽ തെളിഞ്ഞാൽ നമ്മുടെ സെർവർ റെഡിയായി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പാച്ചി MySQL എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇതെന്താ സംഭവം? അപ്പാച്ചി എന്ന് പറയുന്നത് ഒരു വെയിറ്ററെ പോലെയാണ്. നമ്മൾ ബ്രൗസറിൽ ഒരു പേജ് ചോദിക്കുമ്പോൾ നമ്മുടെ PHP കോഡ് എടുത്ത് ബ്രൗസറിന് വിളമ്പി കൊടുക്കുന്നത് അപ്പാച്ചിയാണ്. അപ്പോൾ MySQL എന്താ? MySQL ആണ് ഈ ആപ്ലിക്കേഷന്റെ തലച്ചോറ്, അല്ലെങ്കിൽ ഓർമ്മശക്തി. എല്ലാ യൂസർ ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളുമെല്ലാം സൂക്ഷിക്കുന്ന ഒരു വലിയ ലൈബ്രറി. അപ്പോൾ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നമ്മുടെ ആപ്പ് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ വെബ് സെർവർ ഇപ്പോൾ റെഡിയാണ്. ഇനി അടുത്തത് എന്താ? ആപ്പിന് ഓർമ്മ കൊടുക്കണം അല്ലേ? അതിന്റെ ഡേറ്റയൊക്കെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതാണ് ഡാറ്റാബേസ്. നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നേരെ നിങ്ങളുടെ ബ്രൗസർ തുറക്കുക. എന്നിട്ട് അഡ്രസ് ബാറിൽ localhost/phpMyAdmin എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ന്യൂ എന്ന ഓപ്ഷൻ എടുത്ത് കോളേജ് ആസറ്റ്സ് എന്ന പേര് കൊടുത്ത് ഒരു പുതിയ ഡേറ്റാബേസ് ഉണ്ടാക്കുക. തെറ്റരുത്, ഇതേ പേര് തന്നെ കൊടുക്കണം. എന്നിട്ട് ആ ഡേറ്റാബേസ് സെലക്ട് ചെയ്യുക. മുകളിൽ ഇമ്പോർട്ട് എന്നൊരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറിലുള്ള db.sql എന്ന ഫയൽ അത് ചൂസ് ചെയ്ത് ഗോ കൊടുക്കുക. ബസ് ഇത്രയേ ഉള്ളൂ. ഇതോടെ നമ്മുടെ ആപ്പിന് വേണ്ട എല്ലാ ടേബിളും അതിന്റെ സ്ട്രക്ചറും എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ db.sql ഫയലിനുള്ളിൽ ശരിക്കും എന്താ ഉള്ളത്? ദേ നോക്കൂ, ഇത് യൂസേഴ്സ് എന്ന പേരുള്ള ഒരു ടേബിൾ ഉണ്ടാക്കാനുള്ള SQL കമാൻഡാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റോൾ എന്ന കോളമാണ്. കണ്ടോ, ഓരോ യൂസറിനും സ്റ്റുഡൻറ്, ഫാക്കൽറ്റി അല്ലെങ്കിൽ അഡ്മിൻ ഇതിലേതെങ്കിലും ഒരു റോൾ ഉണ്ടാകും. ഈ റോളാണ് പിന്നീട് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കാണാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, സെർവർ സ്റ്റാർട്ട് ചെയ്തു, ഡേറ്റാബേസ് സെറ്റ് ചെയ്തു. ഇനി കാത്തിരിക്കാൻ വയ്യ അല്ലേ? നമ്മുടെ വർക്കിന്റെ റിസൾട്ട് കാണാനുള്ള സമയമാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ലൈവായിട്ട് ബ്രൗസറിൽ കണ്ടാലോ? യെസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ബ്രൗസറിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ലോഗിൻ ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോഡിന്റെ പിന്നണിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരി, ഇനി നമുക്ക് ആപ്ലിക്കേഷന്റെ പ്രധാന കവാടത്തിലേക്ക് വരാം. index.php. നമ്മുടെ മുഴുവൻ ലോഗിൻ പ്രോസസ്സും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരൊറ്റ ഫയലാണ്. ഫോം സബ്മിറ്റ് ചെയ്യുന്നത് മുതൽ യൂസർ ഓതന്റിക്കേഷൻ വരെയുള്ള കോഡ് നമുക്ക് വിശദമായൊന്ന് നോക്കാം. index.phpയിൽ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വരുന്ന റിക്വസ്റ്റ് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണോ എന്ന് പരിശോധിക്കും. ഇതൊരു ഗേറ്റ് കീപ്പറെ പോലെയാണ്. അതായത് യൂസർ ലോഗിൻ ഫോമിലെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ലോഗിൻ ലോജിക് പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. അതിനുശേഷം $, പോസ്റ്റിൽ നിന്ന് യൂസർ തന്ന ലോഗിനും പാസ്വേഡും എടുത്ത് വെരിഫിക്കേഷനു വേണ്ടി തയ്യാറാക്കുന്നു. അടുത്തതായിട്ട് യൂസർ നൽകിയ ഇമെയിൽ വെച്ച് ഒരു യൂസറെ കണ്ടെത്താനായി നമ്മൾ ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു. ഒരു മാച്ച് കിട്ടിയാൽ നമ്മൾ പാസ്വേഡ് ചെക്കിലേക്ക് കടക്കും. ഇപ്പോൾ നിങ്ങൾക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നമ്മളിവിടെ പാസ്വേഡ് പച്ചയ്ക്കാണ് കമ്പയർ ചെയ്യുന്നത്. പ്രൊഡക്ഷനിൽ ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ വാക്ക് ത്രൂവിലെ ലോജിക്കൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. പിന്നീട് നമ്മൾ ആദ്യം മാറ്റം വരുത്താൻ പോകുന്നതും ഇതിലായിരിക്കും, ഉറപ്പ്. ഓക്കേ, അപ്പോൾ യൂസറുടെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ചു. ഇനി എന്ത്? യൂസർ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സൈറ്റിലെ മറ്റു പേജുകളിലേക്ക് പോകുമ്പോഴും അവരെ ഓർമ്മിച്ചു വയ്ക്കാൻ നമുക്കൊരു വഴി വേണമല്ലോ. അവിടെയാണ് സെഷനുകളുടെ റോൾ വരുന്നത്.
ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാൻ നമുക്ക് config/auth.php ഫയൽ ഒന്ന് നോക്കാം. അപ്പോൾ അറിയാത്തവർക്കായിട്ട് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളൊരു കോൺസർട്ടിന് പോകുമ്പോൾ കയ്യിൽ കെട്ടിത്തരുന്ന ഒരു റിസ്റ്റ് ബാൻഡ് പോലെയാണിത്. ആ ബാൻഡ് കയ്യിലുള്ളിടത്തോളം നേരം നിങ്ങൾ ആ പരിപാടിയിലുള്ള ആളാണെന്ന് സെക്യൂരിറ്റിക്ക് മനസ്സിലാവും. സെഷനും അതുപോലെയാണ്. യൂസറുടെ ഡേറ്റ പല പേജുകളിലായി നിലനിർത്താനുള്ള ഒരു മാർഗമാണ്. ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെഷൻ തുടങ്ങി അവരുടെ യൂസർ ID, റോൾ പോലുള്ള പ്രധാന വിവരങ്ങൾ സെർവറിൽ സൂക്ഷിക്കുന്നു. ഇതുകൊണ്ടാണ് ഓരോ പേജിലും അവരാരാണെന്നും അവർക്ക് എന്തൊക്കെ കാണാൻ അനുവാദമുണ്ടെന്നും ആപ്ലിക്കേഷന് അറിയാൻ കഴിയുന്നത്. ഇതാണ് ആ മാജിക് നടക്കുന്ന ഭാഗം. പാസ്വേഡ് ശരിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ $session എന്നൊരു ഗ്ലോബൽ വേരിയബിളിലേക്ക് യൂസറുടെ വിവരങ്ങൾ, അതായത് അവരുടെ ID, പേര്, റോൾ എന്നിവ ചേർക്കുന്നു. ഇതോടെ അവർ ഒഫീഷ്യലി ലോഗിനായി. തൊട്ടടുത്ത സ്റ്റെപ്പ് റീഡയറക്റ്റ് ബൈ റോൾ എന്ന ഫംഗ്ഷനെ വിളിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ റോൾ നോക്കി നിങ്ങളെ എങ്ങോട്ട് അയക്കണമെന്ന് തീരുമാനിക്കുക എന്നതാണ് ഈ ഫംഗ്ഷന്റെ ഒരേ ഒരു ജോലി. ഈ ടേബിൾ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു. ഫംഗ്ഷൻ സെഷനിൽ നിന്ന് നിങ്ങളുടെ റോൾ നോക്കുന്നു. നിങ്ങൾ അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് പോകും. ഫാക്കൽറ്റി ആണെങ്കിൽ ഫാക്കൽറ്റി ഡാഷ്ബോർഡിലേക്ക്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ആക്സസ് കൺട്രോൾ ചെയ്യാനുള്ള ലളിതവും എന്നാൽ ശക്തമായൊരു വഴിയാണിത്. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് നോക്കാം, അല്ലേ? അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് കേസ് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ സാമ്പിൾ ഡേറ്റയിലുള്ള അഡ്മിൻ യൂസർ വന്ന് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്, യൂസർ admin@example.com admin123 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. രണ്ടാമതായി index.php ആ വിവരങ്ങൾ എടുത്ത് ഡേറ്റാബേസിൽ തിരയുന്നു, മാച്ച് കണ്ടെത്തുന്നു, പാസ്വേഡ് ശരിയാകുന്നു. ഉടൻ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പായി ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിൽ റോൾ എന്ന കീ അഡ്മിനായി സെറ്റ് ചെയ്യപ്പെടുന്നു. അവസാനമായി റീഡയറക്റ്റ് ബൈ റോൾ ഫംഗ്ഷൻ ആ റോൾ റീഡ് ചെയ്ത് യൂസറുടെ ബ്രൗസറിനെ pages/admin/dashboard.php എന്ന പേജിലേക്ക് അയക്കുന്നു. വളരെ സിമ്പിൾ. അങ്ങനെ നമ്മുടെ ലോഗിൻ വിജയകരമായി പൂർത്തിയായി. യൂസർ ഒതന്റിക്കേറ്റഡ് ആണ്. അവർക്ക് അവരുടെ റോളിന് അനുയോജ്യമായ ഡാഷ്ബോർഡ് കാണാനും കഴിയുന്നുണ്ട്. നമ്മുടെ കോർ ലോജിക്ക് കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പൊ നോക്കൂ, നമ്മൾ തുടങ്ങിയത് വെറും ഒരു കോഡ് ഫോൾഡറിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് ഒരു ഡാഷ്ബോർഡ് കാണുന്ന സ്റ്റേജ് വരെ എത്തിയിരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ഒന്ന് ഓടിച്ചു നോക്കിയാലോ? വെറുതെ ഒരു ആപ്പ് റൺ ചെയ്യുക മാത്രമല്ല നമ്മൾ ചെയ്തത്. നിങ്ങളൊരു പ്രോജക്റ്റ് HTDocsൽ വെക്കാൻ പഠിച്ചു. XAMPP വെച്ച് ഒരു ലോക്കൽ സെർവർ ഓൺ ചെയ്യാൻ പഠിച്ചു. ഒരു SQL ഡാറ്റാബേസ് ഉണ്ടാക്കി അതിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പഠിച്ചു. ഏറ്റവും പ്രധാനമായി ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ പിന്നണയിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ഓഥന്റിക്കേഷൻ ഫ്ലോ, PHP സെഷനുകൾ എങ്ങനെയാണ് നമ്മളെ ഓർത്തുവെക്കുന്നത്, റീഡയറക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി.